ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുക്കുറളിന്റെ 46-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ മോഹൻദാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ചാപ്റ്റർ 46 ചിറ്റിനം ചേരാമൈ. ചിറ്റിനം മലയാളത്തിൽ നമ്മൾ പറയുന്നത് നിസ്സാരന്മാരുമായി ചേരായ്മ ചേരായിക എന്നുള്ളത്. ചിറ്റിനം അഞ്ചും பெருமை சிறுமைத்தான் சுற்றுமா சூழ்ந்து വിടും. അത് നേരത്തെ നമ്മുടെ അധികാരത്തിൽ പറയുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ ഉള്ളതല്ലേ പെരിയോരെ തുണൈക്കൂടൽ എന്ന് പറഞ്ഞിട്ട് അത് സത്മതങ്ങളെ തുണ കൊള്ളണം എന്ന് പറയുന്നുണ്ട്. ആ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ കഴിഞ്ഞതിൽ പറഞ്ഞു. ഇനി അതില് നിന്നും വ്യത്യസ്തമായി അവിടെ പറയുന്നുണ്ട് 5 തരത്തിലുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ 5 ഗുണങ്ങളും ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ഉള്ള ആൾക്കാരുമായി ഒരു തരത്തിലും നമ്മളത് ഒരു സൗഹൃദം ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അത് നമ്മളെ അത് നാശത്തിലേക്ക് കൊണ്ടു ചെല്ലും എന്നാണ് കവിയുടെ പറയുന്നത്. ആദ്യത്തെ രണ്ടാമത് ഞാൻ വാട്സപ്പിലാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത്. ഞാൻ യഥാർത്ഥ നോട്ട് എൻ്റെ ഇല്ല. 3 മുതൽ ഞാൻ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു പോവാം. സാർ തുടങ്ങിക്കോളൂ. സാറ് പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ജോഷി സാർ അധ്യായം 46 ചിറ്റിനം ചേരാമൈ. നിസാരന്മാരുമായി ചേരായിക അല്ലെങ്കിൽ ദുഷ്ടസമ്പർക്ക വർജനം എന്ന് മലയാളത്തിൽ പറയാം. ബാഡ് കമ്പനി എന്നാണ് ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ അധ്യായത്തെ ഒരു ആമുഖം കാണാം. ഈ മഹത്തായ മനുഷ്യർ, ഇവിടെ രാജാക്കന്മാരെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്, അവര് ഭയപ്പെടേണ്ട തിന്മയെ നിസാരമായി കണ്ട് തിന്മയോട് കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അല്ലെങ്കിൽ നിസാരന്മാരെ ബന്ധുക്കളെ പോലെ കണ്ടിട്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ജലം ഭൂമിയുടെ ഗുണനിലവാരം ഏറ്റെടുക്കുന്നു എന്നതുപോലെ ജ്ഞാനം ഒരാൾ നിലനിർത്തുന്ന കൂട്ടുകെട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉള്ള മലയാളത്തിലൊക്കെ പറയുമല്ലോ, നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി നിന്നെ തിരിച്ചറിയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. പ്രശസ്തി ഒരാളുടെ കൂട്ടുകെട്ടിലൂടെയാണ്. ജ്ഞാനം മനസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളാൽ അത് രൂപപ്പെടുത്തപ്പെടുന്നു. മനസ്സിന്റെയും പ്രവർത്തികളുടെയും ശുദ്ധി ഒരാളുടെ കൂട്ടുകെട്ടിന്റെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക എന്നൊക്കെയാണ് വളരെ ചുരുക്കത്തിൽ ആമുഖമായി പറയാം. ഖുറൽ 451 ചുറ്റിനമഞ്ചും പെരുമൈ ചിറുമൈത്താൻ ചുറ്റുമായി ചുഴുന്തൂവിടും. അല്പരെ 5 മഹാത്മാക്കൾ നിസാരർ ചുറ്റിച്ചുഴന്ന് നിൽക്കും. നല്ല അല്ലെങ്കിൽ മഹാന്മാര് അത്തരമുള്ള ആളുകൾ തിന്മയെ ഭയപ്പെടുന്നതിൽ നിന്ന് അകന്നു നിൽക്കുകയും അതിലൂടെ എന്ത് സംഭവിക്കുന്നു? അനന്തരമായി അവയോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മേലോരിൻ സമ്പ്രദായങ്ങൾ കീഴോരിൽ ഭയഹേതുകം, കീഴോർ തങ്ങളുടെ രീതി ശ്രേഷ്ഠമെന്ന് ആചരിച്ചിടും എന്നാണ് കവി വാക്യം. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ പാർട്ട് 2 അർത്ഥ ചാപ്റ്റർ 46 അവോയ്ഡിങ് ബാഡ് കമ്പനി. അവോയ്ഡിങ് mean associations.
emphasizes the profound impact our companions have on our character and destiny. The couplets in this chapter warn against associating with those who are morally corrupt, deceitful, or engage in harmful actions. Just as a drop of poison can contaminate an entire pot of milk, bad company can pollute our thoughts, erode our virtues, and lead us down a destructive path. The Quran stresses that the influence of our associates is subtle yet powerful, gradually shaping our behavior and ultimately determining our fate. Therefore, it is crucial to be discerning in our friendships and seek the company of those who are virtuous and possess good character. Think of a sharp knife let in the company of rust. Over time, the rust will inevitably corrode the blade, dulling its sharpness and rendering it useless. Similarly, associating with individuals who possess negative traits like dishonesty, cruelty, or laziness will little by little tarnish our own integrity and hinder our progress. The Tirukural wisely advises us to be vigilant in choosing our companions, for their influence can either elevate us or lead to our downfall. Verse 451, ചിറ്റിനം അഞ്ചും പെരുമൈ ചിറുമൈ താൻ ചുറ്റുമായി ചുഴുന്നു ഇടും. Good people keep away from bad, fearing them, while wise try to get close. It is a curious aspect of human interaction. Often, those who strive for goodness and integrity maintain a cautious distance from individuals they perceive as morally corrupt or harmful. This isn't necessarily out of judgment, but rather a form of self-preservation. They understand that negative influences can be corrosive, potentially leading them astray from their own values or exposing them to unnecessary conflict and distress. This careful separation is a way of safeguarding their peace of mind and the principles they hold dear. On the other hand, wise often seems to draw those inclined towards it into closer proximity. Individuals with similar negative tendencies can find a strange sort of camaraderie reinforcing their behaviors and making it easier to stray from virtue. Consider the story of Duryodhana in the Mahabharata. His envy and greed were amplified by the constant companionship and counsel of his similarly inclined brothers and his manipulative uncle Shaguni. This close association fueled his negative actions, ultimately leading to the Great War and his own downfall. Their shared vices created a powerful destructive alliance. Thank you, sir. Nayanar sir. Nayanar sir mute ആണ്. കുറൽ 452 നിലത്ത് ഇയൽവാൽ നീർ തിരുന്ത് അற்றாവും മാന്തർക്ക് ഇനത്ത്
ഇയൽപതാകും അറിവ്. അത് ഓരോ വാക്കായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നിലത്തിയൽപാൽ. മഴ മാനത്ത് വളരെ നിർമ്മലമായ, വളരെ ശ്രേഷ്ഠമായ ജലകണികയാണ് മഴനീര്. അത് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന വളരെ എന്താണ് വളരെ ശുദ്ധമായിട്ടാണ് വരുന്നത്. അത് ഏത് നിലത്തിലാണോ ചെന്ന് പതിക്കുന്നത് ആ നിലത്തിന്റെ അവസ്ഥ എന്താണോ അതായിരിക്കും ആ നീരിന്റെയും അല്ലെങ്കിൽ വെള്ളത്തിന്റെയും ഗുണമായി മാറുന്നത്. അത് കടലിൽ ചെന്ന് പതിക്കുമ്പോൾ കടലിൽ ഉപ്പ് ആകുമ്പം ഈ മഴനീരും ഒരു സ്വാദം ഇല്ലാതിരിക്കുന്ന ആ മഴനീര് ഉപ്പ് നീരായിട്ട് മാറുന്നുണ്ട്. അത് ശുദ്ധജല തടാകത്തിലാണ് വീഴുന്നുണ്ടെങ്കിൽ അത് ശുദ്ധജലമായിട്ട് മാറുന്നുണ്ട്. അതല്ല കടലിൽ തന്നെ വളരെ വിശിഷ്ടമായ ജീവികളുണ്ട്, അവയുടെ ഉള്ളിലാണ് വീഴുന്നുണ്ടെങ്കിൽ അത് മുത്തും പവിഴുമായിട്ടൊക്കെ മാറുന്ന ഒരു അപൂർവ സിദ്ധിയും ഉണ്ടാകുന്നുണ്ട്. അപ്പോ അത് മാത്രമല്ല, ഇപ്പം ചുവന്ന മണ്ണിലാണ് അത് വീഴുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ നിറം ചുവപ്പായിട്ട് തന്നെ മാറുന്നുണ്ട്. അഴുക്ക് ചാലാണ് എന്ന് പതിക്കുന്നില്ല, അഴുക്ക് ചാലിന്റെ ഗുണമായിരിക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു നല്ല കുഞ്ഞായി ജനിക്കുന്ന ഒരാള് അയാളുടെ സമ്പർക്കം കൊണ്ട്, വളർന്നു വരുന്ന സാഹചര്യവും സമ്പർക്കം കൊണ്ട് അവരുടെ സ്വഭാവമായിരിക്കും അദ്ദേഹത്തിനും ചെന്ന് പതിക്കുന്നത് എന്ന് കവി ഇവിടെ വളരെ ഇതായിട്ട് പറഞ്ഞു. നിലത്തിയൽവാൻ ഈ തിരുന്തറ്റാകും മാന്തർക്ക് ഇനത്തിയാൽ അതാകും അറിവ്. ഏതിലാണ് ബോധം വന്ന് പതിക്കുന്നു അതാണ് എന്ന് പറയുന്നുണ്ട്. നിൽക്കുന്ന നിലത്തിന്റെ കരഭേദം പോലെ വെള്ളത്തിന് രുചിയും ഗുണവും വ്യത്യാസപ്പെടുന്നു. അതുപോലെ സർഗമുള്ള കൂട്ടുകാരുടെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് ഒരുവന്റെ ബോധം പെയ്തു വീഴുന്ന ജലം ഏതൊരു പ്രദേശത്തിൽ കലരുന്നുവോ അതിന്റെ സ്വഭാവം കൂടി ചേരുന്നത് പോലെയാണ് അറിവും എന്ന് കവി ഇവിടെ പറഞ്ഞു അർത്ഥം. ഓക്കെ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 46 ചിറ്റിനം ചേരാമൈ. കുറൾ 452. നിലത്തു ഇയൽ പാൽ നീർത്തിരിന്തു അറ്റാകും മാന്തർക്കു ഇനത്തു ഇയൽ പതാകും അറിവു. നിലത്തിൽ ഗുണം പോലെ നീർഗുണം മർത്യർക്കിനത്തിൻ ഗുണം പോലെ ബോധം. തന്നിലും മികവാർന്ന ആളുകളുമായുള്ള ബന്ധമാണ് ഒരാളെ മഹാനാക്കുന്നത്. സംസർഗജാത് ദോഷഗുണാത് ഭവന്തി. സംസർഗം തന്നെയാണ് അവനെ നല്ലവനും ചീത്തയുമാക്കുന്നത്. നിസ്സാരന്മാരുമായുള്ള ബന്ധം ഒരിക്കലും പാടില്ല. നന്മതിന്മകൾ തിരിച്ചറിയാനും വരും വരായികകൾ കണ്ടറിയാനുമുള്ള വിവേകം ഇല്ലാത്തവരത്രയാവർ. അഴിമതിക്കാരും വിടന്മാരും സ്വാർത്ഥന്മാരും ധൂർത്തരും നിരക്ഷരന്മാരും മദ്യപന്മാരും സംസ്കാരശൂന്യന്മാരുമൊക്കെ ആ വലിയ ആൾക്കൂട്ടത്തിലുണ്ടാവും. അത്തരം ദുർജനങ്ങളുമായി മഹാത്മാക്കൾ ഒരു കാരണവശാലും സംസർഗം പുലർത്തുകയില്ല. മാത്രമല്ല അത്തരം ഹീന സാമീപ്യങ്ങളെ അവർ അത്യന്തം ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നീചന്മാരുമായിട്ടാണെങ്കിലോ എത്രയും വേഗം ഇണങ്ങുകയും തമ്മിൽ കലരുകയും ചെയ്യും. മൃഗങ്ങളെ സംബന്ധിച്ച് ക്രൂര സ്വഭാവികളെയും ശാന്ത സ്വഭാവികളെയും അവരുടെ രൂപം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. പുലിയും മാനും മൃഗങ്ങൾ തന്നെയാണല്ലോ. എന്നാൽ നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും നമുക്ക് രൂപം കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. മനുഷ്യരായവർക്കെല്ലാം രൂപം ഒന്ന് തന്നെ. അവിടെയാണ് തിരഞ്ഞെടുപ്പ് സസൂക്ഷ്മം വേണ്ടത്. ഗുണങ്ങൾ തന്നെയാണ് പ്രധാനം. ലോകം ഒരാളെ ആദരിക്കുന്നത് മറ്റാരിലും കാണാത്ത സദ്ഗുണങ്ങൾ അവനിൽ കണ്ടിട്ടാണ്, അല്ലാതെ സ്ഥാനം കൊണ്ടല്ല. ഉയർന്ന സ്ഥാനത്ത് കയറിയിരിക്കുന്നു എന്ന് വെച്ചിട്ട് ഒരു നീചൻ ഒരിക്കലും മഹാനാവുന്നില്ല. കാക്ക മാളികയുടെ മുകളറ്റത്ത് കയറിയിരിക്കുന്നത് കൊണ്ട് മാത്രം ഗരുഡനാവുന്നില്ലല്ലോ. കുറൾ 452. നിലത്തിൻ ഗുണം പോലെ നീർഗുണം മർത്യർക്ക് ഇനത്തിൻ ഗുണം പോലെ ബോധം. താങ്ക് യു സർ.
ജോർജ് സാർ പറയുന്നുണ്ടോ? ഓക്കെ സർ. തിരുക്കുറൾ പാർട്ട് 2 ചാപ്റ്റർ 46 തിരുക്കുറൾ 452. നിലത്തു ഇയൽപാൽ നീർതിരന്തു അറ്റാകും മാന്തർക്കു ഇനത്തു ഇയൽ പതാകും അറിവു. As water varies in quality according to soil structure, men differ as per their contacts. Thank you, sir. Over. ഞാൻ പറയട്ടെ. 452. നിലത്ത് ഇയൽപ്പാൽ നീർത്തിരുന്തു അറ്റാകും മാന്തർക്ക് ഇനത്തു ഇയൽ പതാകും അറിവ്. ഇനി 453 ശ്രീകുമാരി മാം പറയുന്നത്. 453. ഇല്ല, അത് ഇങ്ങോട്ട് ഇട്ടില്ല. അപ്പൊ സാറ് പിന്നെ പറയാം. ശരി, ഓക്കെ. കുറൽ 453. മനത്താനാം മാന്തർക്ക് ഉണർച്ചി ഇനത്താനാം ഇന്നാൻ എനപ്പെടും ചൊൽ. ആദ്യ വരിയിലെ രണ്ടാമത്തെ വാക്ക് മാന്തർ, മാന്തർക്ക് മനുഷ്യർക്ക്. അത് തൊട്ടടുത്ത വാക്ക് ഉണർച്ചി, പൊതുവായ ബോധം അല്ലെങ്കിൽ ഉണർവ് എന്നത് അതിന്റെ അടുത്ത വാക്ക്. ആദ്യമായിട്ട് വരുന്ന ആ വരിയിലെ ആദ്യത്തെ വാക്ക് എടുക്കാം. മനത്താൻ, സ്വന്തം മനസ്സിൽ തന്നെ. മനുഷ്യർക്ക് പൊതുവായ ബോധം അല്ലെങ്കിൽ ഉണർവ് എന്നത് മനത്താൻ, സ്വന്തം മനസ്സിൽ തന്നെ. ആം, ഉള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ വരിയിൽ ഇത് വരുന്നുണ്ട്. ഇന്നാൻ, ഇവൻ ഇന്ന ഇനത്തിൽപ്പെട്ടവനാണ് എന്ന ശ്രുതി. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് എനപ്പെടും, എന്ന് അറിയപ്പെടുന്ന ചൊൽ, പറച്ചിൽ. ഇനി ആദ്യ വരിയിലെ അവസാനത്തെ പദം ഇനത്താൻ, അവൻ ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ സ്വഭാവം അനുസരിച്ചേ ആം ഉണ്ടാവുന്നുള്ളൂ. എല്ലാ മനുഷ്യർക്കും പൊതുവായ ജ്ഞാനം മനസ്സിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ഉണ്ടാകുന്നു. എന്നാൽ ഓരോരുത്തരുടെയും സംസർഗ ഗുണം അനുസരിച്ച് ഇവൻ ഇന്ന തരത്തിൽപ്പെട്ടവനാണ് എന്ന് ലോകം പറയും. സംസർഗ ഗുണത്താൽ തന്നെയാണ് നല്ലതും ചീത്തയും ഉരുത്തിരിയുന്നത് എന്ന് സാരം. താങ്ക് യു സർ. കുറൽ 453. മനത്താനാം മാന്തർക്കു ഉണർച്ചി ഇനത്താനാം ഇന്നാൻ എനപ്പെടും ചൊൽ. മനപ്രേരകം മർത്യബോധം അവനോദൻ ഇനത്താലെ അറിയപ്പെടുന്നു. ദോഷങ്ങളിൽ വെച്ച് ആദ്യം ഒഴിയേണ്ട ദോഷം സംസർഗദോഷം തന്നെയാണ്. ഒഴിയുക എന്ന് പറയുമ്പോൾ നേരത്തെ അത്തരമൊരു സാഹചര്യത്തിൽ ചെന്ന് പെട്ട് കാണണമല്ലോ. എന്നാൽ അത്തരം സാഹചര്യം പോലും മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഒഴിയുക എന്നതാണ് ജ്ഞാനികളുടെ രീതിയെന്ന് തിരുക്കുറൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. എല്ലാ മനുഷ്യർക്കും പൊതുവായ ഒരു ജ്ഞാനം അവനവന്റെ മനസ്സിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ഉണ്ടാകുന്നു. എന്നാൽ ജനം കാണുന്നതും ഓരോരുത്തരെ വേർതിരിക്കുന്നതും അത് വെച്ചിട്ടല്ല, അവരവരുടെ സംസർഗ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ്. നല്ലതും ചീത്തയും ഉണ്ടാകുന്നത് അവിടെ വെച്ചിട്ടാണല്ലോ. ദുഷ്ടജനങ്ങൾ കൂടുതൽ അംഗബലം ആഗ്രഹിക്കുന്നു. ജ്ഞാനികളെ ഒപ്പം കൂട്ടാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. വിദ്യാഭ്യാസമോ വിവരമോ സംസ്കാരമോ പാണ്ഡിത്യമോ സമൂഹത്തിൽ അംഗീകാരമോ ഉള്ളവരെ അവർ എപ്പോഴും അകറ്റി നിർത്തും, അഥവാ അവരിൽ നിന്ന് അകന്നു നിൽക്കും. അംഗബലത്തിനു വേണ്ടി ചിന്താശക്തിയോ ബുദ്ധിപ്രകാശമോ ഇല്ലാത്ത നിരവധി പേരെ ഒപ്പം കൂട്ടുകയും ചെയ്യും. ലോകത്തിൽ ഓരോ തരത്തിലുള്ള അധോലോകങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ എന്ത് ഹീനകൃത്യങ്ങൾ ചെയ്തും അവർ ആ അധോലോകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രലോഭനങ്ങൾക്ക് വിധേയരായോ ആശയപരിവർത്തനത്തിന് വശംവദരായോ സജ്ജനങ്ങളിൽ ആരെങ്കിലും ആ ദൂഷിത വലയത്തിൽ പെട്ടുപോയാലത്തെ അവസ്ഥ എന്താവും? എപ്പോഴും സംസർഗം നന്നായിരിക്കണമെന്ന് തിരുക്കുറൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു.
കുറൽ 453. മനപ്രേരകം മർത്യബോധമവൻ അവനോതൻ ഇനത്താലെ അറിയപ്പെടുന്നു. താങ്ക് യു. Thank you, ma'am. As men get emotions according to mind, according to contacts, people get categorized good or bad. Verse 453. മനത്താനാം മാന്തർക്ക് ഉണർച്ചി ഇനത്താനാം ഇന്നാൻ എനപ്പെടും ചൊൽ. Our emotions are indeed deeply connected to our minds. What we dwell upon and how we interpret events directly influences our feelings. Similarly, the people we interact with and the nature of those contacts significantly shape how we perceive and categorize them as good or bad. These categorizations arise from observing their actions and the impact they have on us and the world around us. Consider the example of Vibhishana in the Ramayana. Despite being the brother of the Daman king, Ravana, Vibhishana's mind was focused on righteousness and justice. His contacts with good individuals and his own discerning nature led him to recognize Ravana's evil and ultimately side with Rama. This clearly illustrates how one's internal focus and external interactions can lead to a distinct categorization of individuals based on their moral character. Thank you, sir. ഖുറൽ 454. മനത്ത് ഉള്ളത് പോലെ കാട്ടി ഒരുവർക്ക് ഇനത്ത് ഉള്ളതാകും അറിവ്. രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് അറിവ്. തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി നൽകുന്ന ബോധം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഒരുവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി നൽകുന്ന ബോധം ഒരുവന്. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് മനത്ത്, അവന്റെ മനസ്സിൽ നിന്ന്. രണ്ടാമത്തെ വാക്ക് ഉള്ളതുപോലെ, സ്വയം ഉണ്ടായതുപോലെ. അതിന്റെ അടുത്ത വാക്ക് കാട്ടി, തോന്നിക്കും, എങ്കിലും യഥാർത്ഥത്തിൽ അത്. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇനത്തുള്ളതാകും. അവർ ഏത് സംസർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ ആ ആൾക്കാരുടെ സ്വാധീനം അനുസരിച്ചുള്ളതേ ആകും. തീരുമാനം എടുക്കാൻ പ്രാപ്തി നൽകുന്ന ബോധം ഒരുവന് അവന്റെ മനസ്സിൽ നിന്ന് സ്വയം ഉണ്ടായതുപോലെ തോന്നിക്കും, എങ്കിലും യഥാർത്ഥത്തിൽ അത് അവർ സംസർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ സ്വാധീനം അനുസരിച്ചുള്ളതേ ആകും. സംസർഗം പ്രബലമാവുമ്പോൾ സ്വാഭാവിക വിജ്ഞാനം മങ്ങുകയും സംസർഗജന്യമായ സ്വഭാവം ശക്തിപ്പെടുകയും ചെയ്യും. സ്വന്തം നിഗമനമാണ് അത് എന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് സംസർഗ സ്വാധീനത്തിന്റെ മാത്രമാണ്, തൻ്റേതല്ല എന്ന് കവി വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. മാനത്തുള്ളതുപോലെ കാട്ടി ഒരുവർക്കു ഇനത്തുള്ളതാകും അറിവ്. മനസ്സിന്റെ ആച്ചോന്നുമെങ്കിലും ചേർന്നൊരു ഇനത്തിന്റെയാമോ ഒരാൾക്ക് അറിവ്. നിസ്സർഗമാം സൽഗുണം തന്റെ പോൽ തോന്നിടും, ചിന്തിക്കില ഗുണം ചുറ്റത്തെ ഒത്തിടും. ഒരാളിന്റെ സൽഗുണം സ്വാഭാവികമായി ഉള്ളതായി തോന്നും, യഥാർത്ഥമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് മാതൃപിതൃ മിത്രാദികളായ പരിസരത്തിൽ നിന്നും കിട്ടിയതാണെന്ന് കാണാം. മനസ്സിൽ ഒരുവന് ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പക്ഷേ മനസ്സിന്റെ ഗുണം മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടണം.
നമ്മുടെ സൽഗുണം മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം എന്നാണ് പറയുന്നത്. അതിന് നല്ല കർമ്മങ്ങൾ ചെയ്യണം. നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങളായി തീരും നമ്മുടെ അനുഭവങ്ങൾ. നല്ല ശീലങ്ങൾ പാലിക്കണം. ഔന്നത്യമുള്ള ഗുണവിശേഷങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടണം. സംസർഗം എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവശുദ്ധിക്കും ജീവിതത്തിന്റെ ആനന്ദത്തിനും പ്രേരണ നൽകാനുമായിട്ടുള്ളത് ആയി വർത്തിക്കണം എന്നാണ് പറയുന്നത്. താങ്ക് യു. മനത്തു ഉള്ളതുപോലെ കാട്ടി ഒരുവർക്കു ഇനത്തു ഉളവു ആകും അറിവ്. താങ്ക് യു. തിരുക്കുറൾ 454. മനത്തു ഉള്ളത് പോലെ കാട്ടി ഒരുവർക്ക് ഇനത്തുള്ളതാകും അറിവു. If one is gentle, even when heart is fuming, that trait might have evolved from contacts. Thank you. Over. Sir, over. പഠിക്കട്ടെ. ഓക്കെ. ഖുറാൻ 455. மன தூய்மை செய்வினை தூய்மை இரண்டும் ഇനം തൂയ്മൈ തൂവാ വരും. ആദ്യത്തെ വാക്ക് മനം. വിശേഷജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ മനസ്സിന്റെ തൂയ്മൈ, പരിശുദ്ധി. മൂന്നാമത്തെ വാക്ക് ചെയ്വിനെ, ചെയ്യുന്ന പ്രവർത്തികളുടെ തൂയ്മൈ, പരിശുദ്ധി. മനസ്സിന്റെ പരിശുദ്ധിയും ചെയ്യുന്ന പ്രവൃത്തികളുടെ പരിശുദ്ധിയും, ഇവ രണ്ടും ഇനം, അവനവൻ ചേർന്ന് നിൽക്കുന്ന ഇനത്തിന്റെ സംസർഗത്തിന്റെ തൂയ്മയും പരിശുദ്ധി. തൂവ എങ്ങനെയോ അങ്ങനെ വരും, ഭവിക്കും. മനസ്സിൽ ഇച്ഛിക്കുന്നതിന്റെയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെയും ശുദ്ധി താൻ ചേർന്നിട്ടുള്ള ഇനത്തിന്റെ സ്വഭാവം എന്തോ അതനുസരിച്ചേ വരൂ എന്ന് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും സമർത്ഥിക്കുന്നത്, എവിടെയാണ് സമ്പർക്കം, ആ സമ്പർക്കത്തിന്റെ ഗുണമായിരിക്കും അവന്റെ മനസ്സിനെ മാറ്റിമറിക്കുന്നത് എന്ന് കവി വളരെ അശക്തമായിട്ട് പറയും. താങ്ക് യു സർ. ഖുറാൻ മാറിപ്പോയി. ആണോ? ലിറിക്സ് ഒന്നില്ല. സാരമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. എന്നാലും എടുക്കാം. സാരമില്ല, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട്. ഓക്കെ. ബാബു സാർ. ഇല്ല, ഞാൻ എടുക്കാം സാറേ. കിട്ടിയോ? ഖുറാൻ 455. മനന്തൂയ്മൈ ചെയ്യുനൈ തൂയ്മൈ ഇരണ്ടും ഇനന്തൂയ്മൈ തൂവാ വരും. മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ചേർന്നോരിനത്തിൻ ഗുണം പോൽ വരുന്നു. ഒരാളിന്റെ മനം എത്രത്തോളം വൃത്തിയുള്ളതായിരിക്കുന്നുവോ അത്രത്തോളം സിദ്ധികളും ഭാഗ്യലബ്ധികളും അയാൾക്കുണ്ടാകും. ഇനം അല്ലെങ്കിൽ സംസർഗം എത്രത്തോളം ശുദ്ധിയുള്ളതായിരിക്കുന്നുവോ തുടർന്ന് അത്രത്തോളം അഭിവൃദ്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ഖുറാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനോഗുണമുള്ളവരെ ദാരിദ്ര്യം ഒരിക്കലും തീണ്ടുകയില്ല. ആ സദ്ഗുണം കാരണം അവർക്ക് വേണ്ടതെല്ലാം യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കും. കർമ്മരംഗങ്ങളിൽ നന്മ വിളയും. സത്സന്താനങ്ങൾ, കീർത്തി, ധനധാന്യ സമൃദ്ധി എന്നിവ എല്ലാം ഉണ്ടാകും. ഈ ശുദ്ധിയുണ്ടായാൽ യശസ്സും ഒപ്പമുണ്ടാകും. തിന്മകൾ ഒഴിയും. ലോകത്തിന്റെ ആദരത്തിനും പാത്രമാകും. സജ്ജന സംസർഗം ഒന്നു മതി അവരെ ഏറ്റവും മികച്ച സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ. മഹാനുഭാവ സമ്പർക്ക കസ്യനോന്നതികാരക രദ്യാംബു ജാഹ്നവീ സംഗാത്
ത്രിശൈരഭി താര്യതേ എന്ന് വെച്ചാൽ മഹാനുഭാവന്മാരുമായുള്ള സമ്പർക്കം കൊണ്ട് ആരാണ് ഉന്നതിയെ പ്രാപിക്കാതിരുന്നിട്ടുള്ളത്? വെറും ഓടവെള്ളം തെരുവിലൂടെ ഒഴുകി ഒഴുകി ഗംഗാനദിയിൽ ചേരുന്നു. ആ ചേർച്ച കാരണം ആ മലിനജനത്തിനു പോലും മഹത്വമുണ്ടാകുന്നു. അതും ഗംഗാജലമായി മാറുന്നു. ആ ഗംഗാജലത്തെ ദേവകൾ പോലും ശിരസിൽ ധരിക്കുന്നു. സജ്ജനങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരുമായി കൂടിച്ചേരുന്നത് കൊണ്ട് മാത്രം ദുഷിക്കുന്നില്ല. ചന്ദനമരത്തെ നോക്കൂ, അത് മഹാസർപ്പങ്ങളാൽ ചുറ്റപ്പെട്ടു നിന്നാലും ചന്ദനത്തിന് വിഷബാധ ഏൽക്കുന്നില്ല. മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ചേർന്നോരിനത്തിൻ നലം പോൽ വരുന്നു. താങ്ക് യു. പ്യൂരിറ്റി ഓഫ് Roy sir. മൈൻഡ്, ഞാൻ പറയാം. പ്യൂരിറ്റി ഓഫ് മൈൻഡ് ആൻഡ് പ്യൂരിറ്റി ഇൻ ആക്ഷൻസ് emanates from nobility of contacts. Quran 456. மனம் துய மனந்துயார்க்கு எச்சம் நன்றாகும், இனந்துயார்க்கு இல்லை நன்றாகா வினை. ആദ്യത്തെ വാക്ക് മനന്തുയാർക്ക്, മനഃശുദ്ധി ഉള്ളവർക്ക്, എച്ചം സന്തതി പരമ്പരകൾ, നൻറാകും നന്നായി തീരും. ഇനം തൂയാർക്ക്, സംസർഗശുദ്ധി ഉള്ളവർക്ക്, നൻറാക വിനൈ, നന്നാകാത്തതായി ഒരു പ്രവൃത്തിയും ഇല്ലൈ ഇല്ല. ചിത്ത ശുദ്ധി ഉള്ളവർക്ക് നന്മ വിളയും. തൽ സന്താനങ്ങൾ, പ്രശസ്തി, ധാന്യ സമൃദ്ധി എല്ലാം കൈവരും. ഇനശുദ്ധിയുള്ളവർക്ക് മേൽക്കുമേൽ ഉയർച്ച കൈവരും. യാതൊരു തിന്മയും അവരെ തീണ്ടുകയില്ല. താങ്ക് യു സർ. ഓക്കെ. കുറൽ 456. മനന്തുയാർക്കു എച്ചം നൻറാകും, ഇനന്തുയാർക്കു ഇല്ലൈ നൻറാകാവിനൈ. മനഃശുദ്ധി സന്താന നന്മ ചേർക്കും, ഇല്ലിന ശുദ്ധി നന്നാക്ക യത്നം. മനോഗുണമുള്ളവരെ ദാരിദ്ര്യം ഒരിക്കലും തീണ്ടുകയില്ല എന്ന് കുറൾ ആവർത്തിച്ചു പറയുന്നു. ആ സദ്ഗുണം കാരണം അവർക്ക് വേണ്ടതെല്ലാം യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കും. കർമ്മരംഗങ്ങളിൽ നന്മ വിളയും. സത്സന്താനങ്ങൾ, കീർത്തി, ധനധാന്യ സമൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകും. ഈ ശുദ്ധിയുണ്ടായാൽ യശസ്സും ഒപ്പമുണ്ടാകും. തിന്മകൾ ഒഴിയും. ലോകത്തിന്റെ ആദരത്തിന് പാത്രമാകും. സജ്ജന സംസർഗം ഒന്നു മാത്രം മതി അവരെ മികച്ച സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ. ദുഷ്ടരായ ആൾക്കാരോട് തന്നെ വേണമെന്നില്ല ഒരുവനെ ദുഷിപ്പിക്കുന്ന സാഹചര്യങ്ങളുമായി നിരന്തര സംസർഗമുണ്ടായാലും ഒരുവൻ ദുഷിച്ച സ്വഭാവമുള്ളവനായി മാറുന്നു. അതുകൊണ്ട് സത്സംഗത്തിന് വ്യക്തികളെ പോലെ തന്നെ പ്രധാനങ്ങളാണ് സാഹചര്യങ്ങളും. അതുപോലെ ശീലങ്ങൾ, അഭിരുചികൾ, വാസനകൾ, ആശയങ്ങൾ, മനോഭാവങ്ങൾ ഇവയെല്ലാം അന്യസംസർഗങ്ങൾ മൂലം ദുഷിക്കാതെ കാക്കേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കം ഇത്രയും മാത്രമേ ഉള്ളൂ. നല്ലത് നല്ലതിനോട് ചേരണം. നളചരിതത്തിലെ ദൂതനായ ഹംസം ദമയന്തിയോട് പറയുന്നതും ഇത് തന്നെയാണ്. നീ നല്ലതാണ്, നള മഹാരാജാവും നല്ലതാണ്, നല്ലത് നല്ലതിനോട് ചേരണം. അത്തരം ചേർച്ചകളുടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറയുന്നുണ്ട് ഹംസം. വിഷ്ണു രമയ്ക്ക്, നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, നളനോർക്കിൽ നിനക്കും. ബുദ്ധന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആരും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതല്ല സന്യാസത്തിന്. സ്വയം ഏറ്റെടുത്ത ഒരു നിയോഗമായിരുന്നു. ദക്ഷിണേശ്വറിലെ ഗദാധരൻ എന്ന പൂജാരി ധ്യാനസംഘത്തിൽ ഈശ്വരനുമായി അടുത്തു. ശ്രീരാമകൃഷ്ണ പരമഹംസ പദത്തിൽ ചിരഞ്ജീവിയായി. അദ്ദേഹവുമായി സംഘസാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കൽക്കത്തയിലെ നരേന്ദ്രൻ എന്ന ബാലകൻ ലോകാരാധ്യനായ സ്വാമി വിവേകാനന്ദനായി വളർന്നു. മഹാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ മഹാന്മാരുമായി തന്നെ ബന്ധം സ്ഥാപിക്കണമെന്ന് കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുറൾ 456.
മനന്തു യാർക്കു എച്ചം നൻറാകും ഇനന്തു യാർക്കു ഇല്ലൈ നൻറാകാവിനൈ. മനഃശുദ്ധി സന്താന നന്മ ചേർക്കും, ഇല്ലിന ശുദ്ധി നന്നാക്ക യത്നം. താങ്ക് യു. Pure hearted get good children. Those mixing with കേൾക്കുന്നില്ല സാർ? സാബു സാർ കേൾക്കുന്നില്ല. To the wise men of good heart, അതല്ലല്ലോ 856. Pure hearted get good children. Those mixing with good qualities won't have actions lacking virtue. If children are getting contact with good people, they will not get the virtues of unwanted virtues of the ugly children. Okay. So 400 കേൾക്കുന്നുണ്ട് എല്ലാവരും? ഉവ്വ് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ അടുത്ത എടുക്കാം. 457. അതെ സർ. മനനലം മന്നുയർക്ക് ആക്കം, ഇനനലം എല്ലാ പുകഴും തരും. കവി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരേ ഇതിന് എല്ലാം മനനലം മനനലം തന്നെ. മനസ്സിന്റെ ആണ് നന്മ, അതാണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എല്ലാ ഇതിലും അത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3 ഇതിലും പറയുന്ന മനനലം. മനസ്സാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമായുണ്ട്. മനനലം, ആദ്യത്തെ വാക്ക് മനനലം, മനസ്സിന്റെ നന്മ. മന്നുയർക്ക്, ഈ ഭൂമിയിലെ ഉയിരിന്, മനുഷ്യന്, ആക്കം, സർവവിധമായ സമ്പത്ത് ഐശ്വര്യങ്ങളും, അവസാനത്തെ വാക്ക് പറയുന്നുണ്ട് തരും, നൽകുന്നു. അതുപോലെ ആദ്യത്തെ വരിയില് അവസാനത്തെ വാക്ക് ഇനനലം, സംസർഗ ശുദ്ധിയാവട്ടെ എല്ലാ പുകഴും, അതിന്മേൽ സകലവിധമായ പ്രശസ്തിയും തരും, നൽകുന്നു. മനസ്സിന്റെ നന്മ ഈ ഭൂമിയിലെ മനുഷ്യന് സർവവിധമായ സമ്പത്ത് ഐശ്വര്യങ്ങളും നൽകുന്നു. അതേപോലെ ഇനനലം, സംസർഗ ശുദ്ധിയാവട്ടെ അതിന്മേൽ സകലവിധമായ പ്രശസ്തിയും നൽകുന്നു. ഓവർ. മനനലം മന്നുയിർക്ക് അക്കം ഇനനലം എല്ലാ പുകഴും തരും. ഉള്ളിലെ ശുദ്ധത മംഗലദായകം, ചിത്രത്തിന് ശുദ്ധത കീർത്തിക്കു കാരണം. തൻ്റെതായ മനഃശുദ്ധത എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്നു. മനസ്സിന്റെ നന്മയുള്ള മനസ്സിന് ഐശ്വര്യങ്ങൾ ഉണ്ടാകും. എപ്പോഴും മനസ്സിന്റെ ഐശ്വര്യമാണ് നമുക്കുണ്ടാകുന്ന ജീവിത നന്മയ്ക്ക് കാരണം. സ്നേഹിതന്റെ ശുദ്ധത കീർത്തിയെയും ഉണ്ടാകും. നല്ല മനസ്സുകൾ, ശുഭചിന്തകൾ ജീവിതം ആനന്ദകരമാക്കുന്നു. ജീവന് തുണയാകുന്നത് നല്ല കർമ്മങ്ങളാണ്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ അല്ലോ എന്ന് ചൊല്ലുണ്ടല്ലോ. അതോടൊപ്പം നല്ലതുമായുള്ള സംസർഗം ഒരുവനെ മഹത്വവൽക്കരിക്കുന്നു. നല്ല സംസർഗം കൊണ്ട് നമുക്ക് നന്മയുണ്ടാകും, കീർത്തിയും പ്രശസ്തിയും എല്ലാം ഉണ്ടാകുന്നു. അവർ അവരുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും കൊണ്ട് നേടിയതാണ് എല്ലാ നന്മകളും. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്ഫലം എന്ന് പറയുന്നത് പോലെ ചീത്ത സംസർഗം കൊണ്ട് നാം നാശത്തിലേക്ക് കുതിക്കുന്നു. നല്ല സംസർഗം കൊണ്ട് നന്മയുണ്ടാകും, ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകും. 457. മനനാലം ഉയർക്ക് ആക്കം ഇനതലം എല്ലാ പുകഴും തരും. താങ്ക് യു.
എല്ലാ താങ്ക് യു. Quran 457 states that life is empowered by virtue of mind, and contact with good qualities brings every frame. Virtue of mind means that is guided by moral excellence and characterized by positive traits like wisdom. Goodness of mind will give wealth, and good society will bring with it all praise to man. മനസ്സിന് നന്മകൾ ജീവന് ശക്തി പകരും, സദ്ഗുണ സമ്പന്നർക്ക് എല്ലാ കീർത്തിയും നൽകുമെന്ന് സാർ. താങ്ക് യു. 458 പറയണ്ടേ സാറേ? ഇല്ലല്ലോ, പറയട്ടെ. യെസ്. 458 ഇതും മനനലം തന്നെയാണ്. കവി തുടർച്ചയായിട്ട്, കാരണം ഒരാളുടെ പ്രവൃത്തിയും സ്വഭാവവും എല്ലാം അയാളുടെ മനസ്സിനെയാണ് അടിസ്ഥാനമാക്കി ഉള്ളത്. സമ്പർക്കത്തിന്റെ ഇതുമാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കവി പറഞ്ഞു. മനനലം നன்கு ഉടയാറായിനും ചാണ്ടോർക്ക് ഇനനലം ഏമാപ്പ് ഉടയ്ത്ത്. മനനലം മനസ്സിൻ്റെതായ നന്മ നൻകുടയാർ സ്വതവേ തന്നെ സത്പ്രവർത്തികളാലും മറ്റും സ്വായത്തമാക്കിയിട്ടുള്ളവർ ആയിരുന്നാൽ പോലും സാന്റോർക്ക് മഹത്തുക്കളായിട്ടുള്ളവർക്ക് ഇനനലം ചേർന്ന് കഴിയുന്ന ജനവുമായുള്ള സമ്പർക്ക ഗുണം ഏമാപ്പുടയത്ത് ബലം വീണ്ടും കൂടുതലായിട്ട് നൽകുന്നു. മനസ്സിൻ്റെതായ നന്മ സ്വതവേ തന്നെ സത്പ്രവർത്തികളാലും മറ്റും സ്വായത്തമാക്കിയിട്ടുള്ളവർ ആയിരുന്നാൽ പോലും മഹത്തുക്കളായിട്ടുള്ളവർക്ക് ചേർന്ന് കഴിയുന്ന ജനവുമായുള്ള സമ്പർക്ക ഗുണം ബലം നൽകുന്നു. ഓവർ. ആരാണ്? ശ്രീകുമാരി മാമാണോ? ഷീല മാം ആയിരിക്കും. സ്ഥിരമില്ലെങ്കിൽ ഉഷ മേഡം. ശ്രീമതിമാരെ എടുത്തിട്ടുണ്ടോ? ഖുറാൻ 458. ശ്രീകുമാരി ഞാൻ മാമാണോ? ഇത് മനനലം നൽകുടൈ രായിനും ചാൻഡോർക്കു ഇനനലം ഏമാപ്പൂടൈത്തു. മനനലം നന്നെങ്കിൽ കൂടിയും സത്തുക്കൾക്കിന നലം ബലമാ അണയ്ക്കുന്നു എന്ന് വെച്ചാല് പുണ്യത്തിൻ സാഫല്യമേകുന്നു നന്മയും ചുറ്റത്തിൽ സാഫല്യമേകുന്നു മറ്റെല്ലാം. സൽപ്രവർത്തികളാൽ കിട്ടുന്ന പുണ്യങ്ങൾ നാം സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം ലഭിക്കുന്നു. ആ പുണ്യത്തിൽ നിന്നും സാഫല്യവും പരിസര ശക്തിയിൽ നിന്നും കിട്ടുന്ന കീർത്തിയിൽ നിന്ന് മാന്യതയും ലഭിക്കും. നമ്മുടെ പരിസരം സുബലമായാൽ നമ്മുടെ കീർത്തിയും ആദരവും വർദ്ധിക്കുന്നു. അങ്ങനെ സൽപ്രവർത്തികളിലൂടെ ജീവിത സാഫല്യവും കരഗതമാകും. സൽസമ്പർക്കം ഒരുവന്റെ ജീവിതം നന്മയാൽ സുഭദ്രമാക്കുന്നു. ജീവിത സുരക്ഷിതത്വത്തിനും സൽസമ്പർക്കം ആവശ്യമാണ്. എല്ലാ കുരലിലും ഒരേ അർത്ഥം വരത്തക്ക വിധത്തിൽ ആണ് കവി പറഞ്ഞിരിക്കുന്നത് സൽസമ്പർക്കത്തെ പറ്റി. മുജ്ജന്മം സുഹൃതമായിരുന്നുവെങ്കിൽ പിജ്ജന്മങ്ങളിലും സൽസമ്പർക്ക ഗുണത്താൽ വിളങ്ങുമെന്ന് നീതിസാരം. ധർമാനുസരണം മുക്തിദായക ജീവിതത്തിന് സൽസമ്പർക്കം ഒരു മഹനീയ സമ്പത്തു തന്നെയാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എപ്പോഴും നാം നമ്മുടെ സമ്പർക്കം ആരുമായാണോ സമ്പർക്കം ചെയ്യുന്നത് ആ ഗുണം നമുക്കും നമ്മിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സാരം. അങ്ങനെയാണ് കവി പറയുന്നത്. താങ്ക് യു. മനനലം നൽകൂ ഉടയർ ആയിനും ചാൻഡോർക്കു ഇനനലം ഏമാപ്പു ഉടയ്ത്തു. കുറൽ 450. താങ്ക് യു.
Over. To the wise men of good heart, if good contacts are also added, more reputation arrives. Quran 459. மனநலத்தின் ஆவும் மறுமை மற்று அறுதும் ഇനനലത്തിൻ ഏമാപ്പ് ഉടയ്ത്ത്. നേരത്തെ ഇതിന് മുമ്പത്തെ ഇതിൽ മനനല തന്നെയാണ് പറഞ്ഞത്, അവിടെ ഇനനല തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏമാപ്പ് ഉടയ്ത്ത്, അവിടെ ബലം, അധിക ബലം എന്ന് പറഞ്ഞു. ഇവിടെ പെരുമ എന്ന് പറയുന്നുണ്ട്. സെയിം ഇത് തന്നെയാണ്, രണ്ട് വാക്കുകളുടെ രണ്ടർത്ഥം വരുന്നുണ്ട്. മനനലത്തിൻ, ഒരുവന് മനോഗുണത്തിനാൽ, മൂന്നാമത്തെ വാക്ക് മറുമൈ, പരലോകത്തിലും സൗഖ്യം, രണ്ടാമത്തെ വാക്ക് ആകും, ഉണ്ടായിത്തീരും. ഒരുവന് മനോഗുണത്തിനാൽ പരലോകത്തിലും സൗഖ്യം ഉണ്ടായിത്തീരും. മറ്റതും അതിനു പുറമെ ഇനനലത്തിൻ സംസർഗ ഗുണം കൊണ്ട് അത് പ്രബലത ആർജിക്കുന്നതായി ഭവിക്കും. ഒരുവന് മനഃശുദ്ധിയുള്ള പക്ഷം അത് അവന്റെ പരലോക നിലയിലും സൗഖ്യമരളും. അവൻ ബന്ധപ്പെടുന്ന ഇനത്തിന്റെ സംസർഗ ഗുണം, സജ്ജന സമ്പർക്കം ആ സൗഖ്യത്തിന് പെരുമ ചേർക്കുകയും ചെയ്യും. ഓവർ. താങ്ക് യു സർ. ഖുറൽ 459. മനനലത്തിൽ ആകും മറുമൈ മറ്റു അതും ഇനനലത്തിൽ ഏമാപ്പ് ഉടയ്ത്തു. മനനലം നൽകിയിടും പരലോക സൗഖ്യം അതു പ്രബലമാം ഇനനലം മൂലം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായോ സംഘവുമായോ ചേരുന്നത് മാത്രമല്ല സംഘം. ധ്യാനത്തിൽ ഒരാൾക്ക് പ്രത്യേകമായ ഒരു മാനസിക സാഹചര്യം സൃഷ്ടിച്ച് അതുമായി ലയിക്കാം, ഈശ്വരനുമായി അടുക്കാം, ഗ്രന്ഥങ്ങളുടെ മഹത്തായ ആശയലോകത്ത് സഞ്ചരിക്കാം, മന്ത്രങ്ങൾ സ്വയം ഉരുവിട്ട് അവയുടെ പ്രതിധ്വനിയിൽ അഭിരമിക്കാം, ഭാവനയുടേതായ ഒരു പ്രപഞ്ചം സ്വയം സൃഷ്ടിച്ച് അവിടെ തന്നോട് തന്നെ ചേരാം, ആത്മാവും സ്വർഗവുമായുള്ള ബന്ധം രചിക്കാം, അവനവനോട് തന്നെ സംവദിക്കാം. ഇങ്ങനെ എത്രയെത്ര സാധ്യതകൾ! പക്ഷേ അതെല്ലാം മഹത്തുക്കൾക്ക് മാത്രമേ സാധ്യമാവൂ എന്നു മാത്രം. ഒരു ചീത്ത കുടുംബത്തിൽ ജനിച്ച് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ലവനായി ഉയരാൻ ആരൊരാൾക്ക് കഴിയുന്നുവോ അയാളാണ് മഹാൻ. നല്ല കുടുംബത്തിൽ ജനിച്ച് ദുഷിച്ച ബന്ധങ്ങളിൽപ്പെട്ട് ചീത്തയാവുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണത്. ഏതു കുലത്തിൽ പിറന്നു എന്നതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. കാട്ടാളനായ രത്നാകരൻ ആദികവിയായ വാൽമീകിയായില്ലേ? ചെളിയിലുണ്ടാകുന്ന താമര ബ്രഹ്മദേവന് ഇരിപ്പിടമായില്ലേ? നാഗത്തിന്റെ ശിരസിലുണ്ടായ മാണിക്യം മഹാരാജാക്കന്മാരുടെ കിരീടത്തെ അലങ്കരിക്കുന്നില്ലേ? അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ! കപ്പലിലെ ഒരൊറ്റ സുഷിരം പോലെയാണ് ജീവിതത്തിലെ ഒരൊറ്റ തെറ്റ്. ആ ഒരൊറ്റ സുഷിരത്തിലൂടെ വെള്ളം കയറി കപ്പൽ മുങ്ങാം. സദ്ഗുണങ്ങൾ ആദ്യം കുടുംബത്തിൽ പ്രകാശിക്കണം. കുടുംബത്തിന് വേണ്ടാത്ത സദ്ഗുണങ്ങൾ നാടിനും വേണ്ട. സാമാന്യ ജനം നിസാരതകളിൽ രമിക്കുന്നു. അവർക്ക് വ്യക്തിഗുണത്തെക്കാൾ വേഷഗുണത്തിലാവും ഭ്രമം. സ്നാനവസ്ത്രം മുതൽ സ്ഥാനവസ്ത്രം വരെ അവരെ ആകർഷിക്കും. എങ്ങനെയാണ് അവർ അധികം ആരാധിക്കുക എന്ന് തിട്ടമില്ല. പശു പുലുത്തോൽ അണിഞ്ഞുകൊണ്ട് അന്യരുടെ പറമ്പിൽ യഥേഷ്ടം മേയുന്ന കാര്യം ഖുറൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സമൂഹത്തെ വഞ്ചിക്കുന്നവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികളുടെ മേലുമുള്ള അതിക്രമങ്ങൾ, ഇവയെല്ലാം നിസാരവൽക്കരിക്കപ്പെടുന്നു. വേഷമല്ല പ്രധാനം, വ്യക്തിയുടെ ഗുണമാണ്. അത് തിരിച്ചറിഞ്ഞു വേണം സത്സംഗം. എപ്പോഴും ഖുറൽ ആവർത്തിച്ചു പറയുന്നു സത്സംഗത്തെക്കുറിച്ചും ദുഷ്ടസംസർഗത്തെക്കുറിച്ചും. ബെർണാഷായ്ക്ക് സ്വീകരണം നൽകിയ ഒരു മഹാസമ്മേളനത്തിൽ കാവൽക്കാരൻ ബെർണാഷായെ തന്നെ അകത്ത് കയറ്റിവിടാതെ വാതിൽക്കൽ തടഞ്ഞു. കാരണം എന്താണെന്നോ? അദ്ദേഹത്തിന്റെ വേഷം വളരെ മുഷിഞ്ഞതായിരുന്നു. ഇന്ന് വ്യക്തിയേക്കാൾ പ്രാധാന്യം വേഷത്തിനായിരിക്കുന്നു എന്ന് സാരം. Quran 459 states that life after death will be better for men of good mind. It will brighter on good contacts.
Although to the mental goodness, joys of other life belong, yet good companionship is confirmation strong. Future bliss is the result of goodness of mind, and even this acquires strength from the society of the good. അതായത് നല്ല മനസ്സിനുടമയുള്ളവന് പുനർജന്മത്തിലും നന്മയുണ്ടാകും. നല്ല ആൾക്കാരോടുള്ള സമ്പർക്കത്താൽ അത് കൂടുതൽ ശോഭിക്കുകയും ചെയ്യും. അവസാനം ഓക്കെ, ഓവർ. 460. நல் இனத்தின் ஓங்கு துணை இல்லை, தீ இனத்தின் அல்லல் படுப்பதும் இல். നൽ ഇനത്തിൻ ഊങ്ക്, ഒരുവന് സത്സംഗത്തെക്കാളും മികച്ചതായ ഒരു തുണയില്ലേ, സഹായവും ബലവും ഇല്ല തന്നെ. അതുപോലെ തീ ഇനത്തിൻ ഊങ്ക്, ദുഷ്ടജന സംസർഗത്തെക്കാളും വലുതായ ഒരു അല്ലർപ്പെടുപ്പതും ദുഃഖത്തെ ഉണ്ടാക്കുന്ന വസ്തുവും ഇല്ല തന്നെ. ഒരുവന് സത്സംഗത്തെക്കാളും മികച്ചതായ ഒരു സഹായവും ബലവും ഇല്ല തന്നെ. അതുപോലെ ദുഷ്ടജന സംസർഗത്തെക്കാളും വലുതായ ഒരു ദുഃഖത്തെ ഉണ്ടാക്കുന്ന വസ്തുവും ഇല്ല തന്നെ. മനഃശുദ്ധിയുള്ള സംസ്കാര സമ്പന്നരായ സജ്ജനങ്ങളുമായുള്ള സംസർഗത്തെക്കാൾ വലുതായ ഒരു ബലവും സഹായവും വേറെയില്ല. അതുപോലെ തന്നെ ദുഷ്ടജനങ്ങളുമായി സഹവസിക്കുന്നതിൽ പരം മറ്റൊരു ദുരിതം വരാനുമില്ല. ഇതിലും വളരെ ഇതായിട്ട് വീണ്ടും വീണ്ടും മനനലം തന്നെയാണ് കവി പറയുന്നത്. മനനലം ഇനനലം, അവിടെ ഒരു പ്രാസം വരുന്നുണ്ട്. മനസ്സും ഇനം, ഏതിനോടാണ് നമ്മളെ കൂട്ടുകൂടുന്നു ആ ഇനം. മനം ഇനം, ആ പ്രാസം എല്ലാ കുറളിലും കവി വളരെ നന്നായിട്ട് അത് വിവരിക്കേണ്ട വളരെ രീതിക്ക് തന്നെയാണ് കവി എല്ലാ കുറളിലും പറഞ്ഞിരിക്കുന്നത്. അത് അവസാനമായിട്ട് പറഞ്ഞു ചിറ്റിനം, പാടില്ല എന്ന് വളരെ നല്ല രീതിക്ക് തിരുവള്ളുവർ ഇവിടെ പറഞ്ഞ് സമാപിപ്പിക്കുന്നു. ഓവർ. ഇന്നത്തെ ഓക്കെ, ഇന്നത്തെ അവസാന ഖുർആൻ 460. നല്ലിനത്തിൽ പൂങ്കു തുണയില്ലേ, തീ ഇനത്തിൽ അല്ലൽ പടുപ്പതും ഇൽ. സൽസംഗത്തെക്കാൾ തുണയ്ക്കുന്നത് ഒന്നില്ല, ദുസംഗത്തെക്കാൾ ഒരഴലും. പ്രയോജനകരമായ സമ്പർക്കങ്ങളെക്കാൾ നല്ല ബന്ധുവില്ല, തിന്മയേക്കാൾ വലിയ ശത്രുവും ഇല്ല. ഉലകിൻ പെരുതാം താങ്ങായി വേറില്ല, കുല നന്മ പോൽ ഹീനവംശേ പിറക്കുമ്പോൾ തുമ്പമേകുന്ന ശത്രുവും. ഉപസംഹരിക്കട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ നല്ല കുട്ടികളെയും പാരമ്പര്യത്തെയും അവശേഷിപ്പിക്കും. ശുദ്ധമായ കൂട്ടുകെട്ടുള്ളവർക്ക് ഒരു നല്ല കാര്യവും അസാധ്യമായി തോന്നുകയില്ല. ഹൃദയ നന്മ മനുഷ്യർക്ക് ഒരു നിധിയാണ്. കൂട്ടുകെട്ടിന്റെ നന്മ മഹത്വത്തിലേക്ക് നയിക്കുന്നു. ഹൃദയ നന്മയുള്ള കുലീനരായ പണ്ഡിതന്മാർക്ക് പോലും നല്ല കൂട്ടുകെട്ട് ശക്തമായ സംരക്ഷണം നൽകുന്നു. മരണാനന്തരം ഹൃദയത്തിന്റെ നന്മ സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നല്ല കൂട്ടുകെട്ട് ഒരുവനെ വഴിതെറ്റുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. നല്ല കൂട്ടുകെട്ടിനേക്കാൾ വേറെ നല്ല ഒരു സഖ്യവുമില്ല. ദുഷ്ടക്കൂട്ടുകെട്ടിനേക്കാൾ മോശമായ ദുരിതവും വേറെ ഉണ്ടാകില്ല. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഖുറളുകളെല്ലാം കടന്നുപോയത്. ഒറ്റ ചുരുക്കത്തിൽ അതിനെ വേണമെങ്കിൽ എല്ലാം കൂടി
പിന്നെ ഉപസംഹരിച്ചാൽ അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിച്ചാൽ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു വ്യക്തി മഹാനായി തീരണമെങ്കിൽ അവന്റെ കൂട്ടുകെട്ട്, അവന്റെ സമ്പർക്കം, അവന്റെ കമ്പനി എത്രമാത്രം നല്ലതാണ്. തീർച്ചയായിട്ടും കന്ന് ചെല്ലുന്നത് കന്നിന്റെ കൂട്ടത്തിൽ എന്ന് പറയാറുണ്ട്. കാന്തം പച്ചിരുമ്പിന്റെ അടുത്ത് ഇരുന്നാൽ കുറെ നേരം കഴിയുമ്പോൾ പച്ചിരുമ്പിന് കാന്തിക സ്വഭാവമുണ്ടാകും. ഇന്ന് ഡ്രഗ്സിന്റെയും മറ്റ് അധമതകൾ പലത് ലോകത്തിലുണ്ട്. പഠിക്കാൻ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ വീട് വിട്ടു പോകുമ്പോഴോ ദൂരേക്ക് പോകുമ്പോഴോ കൂട്ടുകെട്ടുകൾ മോശമായാൽ മോശമാകാനുള്ള സാധ്യത എത്ര നല്ല അപ്പന്റെയും അമ്മയുടെയും കുട്ടികൾക്കും സംഭവിക്കാം. നല്ല അധികാരികൾക്കും സംഭവിക്കാം. അധികാരത്തിന്റെ പ്രമത്തതയിൽ ചില ദുഷ്പ്രവണതകൾ കടന്നു വരാം. നമ്മള് നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. നിർത്തുന്നു. ഇന്നത്തെ ഈ കുറളുകളെല്ലാം രാജാവിന് മാത്രമല്ല പ്രജകൾക്കും നമുക്കും ഒന്നുപോലെ സ്വീകാര്യമാകുന്നതാണ്. എല്ലാവർക്കും നന്ദി, നന്മയുണ്ടാകട്ടെ. ഇതെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ സംരംഭത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇതെല്ലാം പരിഭാഷപ്പെടുത്തിയവര് ബഹുമാനപ്പെട്ട മോഹൻ സാറ്, സാബു സാറ്, മറ്റെല്ലാ പരിഭാഷകരെയും ഞാൻ എൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത പരിഭാഷയ്ക്കായി ഞാൻ ഈ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. ദൈവാനുഗ്രഹിക്കും. ഓവർ. Thank you, sir. No beneficial relative other than good contacts, no greater enemy than bad contact. Verse 460. നല്ലിനത്തിൻ ഊങ്ക തുണை இல்லை, தீயினத்தின் அல்லல் படுப்பதும் இல். There is a profound truth in the idea that positive relationships are more valuable than any familiar connection, that than only declared enemy. The support, understanding, and growth that come from genuine virtuous connections are unparalleled. These good contacts act as a constant source of encouragement and guidance, enriching our lives in ways that mere blood relation cannot guarantee. On the other hand, engaging with bad contacts can be incredibly damaging. Consider the biblical story of King Rehoboam. Instead of heeding the wise counsel of the elders who had served his father Solomon, he chose to listen to the rash and self-serving advice of his younger companions. These bad contacts led him to make harsh decisions that ultimately caused a significant revolt and the division of his kingdom. This illustrates how detrimental negative associations can be, sometimes causing more harm than any external enemy. It underscores the importance of carefully choosing our companions and recognizing the true value of positive connections over superficial ties. Chapter 46 lightly explored the intricate dance between inner thoughts and external influences, highlighting how our minds shape our emotions and how our interactions with others
lead us to categorize them. It underscored the profound impact of our connections, emphasizing that genuine positive relationships are invaluable, while negative associations can be deeply detrimental, potentially outweighing the harm of often adversaries. The chapter likely concluded by urging mindful discernment in our relationships and a focus on cultivating inner virtue to navigate the complexities of human interaction. Please hear a small poem to conclude. A kind word whispered, a hand held tight, more wealth than coffers in darkest night. A sore glance, a venomous tongue, more foe than armies fiercely flung. Choose well your circle, let goodness bloom, for in true connection dispels all gloom. Thank you, Sab sir and Nayanar sir, for this opportunity to participate. It was a great session, and I thanking all others, especially Usha ma'am, Sri Kumari ma'am, George sir, Roy sir, Sudhodana sir, Anil Kumar sir, and Joshi sir did a profound job more than everybody. Thank you, sir. நல்லினத்தில் ஊங்கு துணையில்லை തീയിനത്തിൽ അല്ലൽ പടുപ്പതുമിൽ സത്സംഗത്തെക്കാൾ തുണയ്ക്കുന്നതൊന്നുമില്ല ദുർസംഗത്തെക്കാൾ മോശമായതും. No beneficial relative other than good contacts, no greater enemy than bad contact. നമ്മൾ ഇവിടെ ഈ തിരുക്കുറളുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സത്സംഗം തന്നെയാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള അറിവുകൾ പരസ്പരം ഷെയർ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നല്ല സത്സംഗമാണ്. അതിന് മോഹൻദാസ് സാറും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചേർന്ന് ചെയ്യുന്ന ഈ വലിയ വർക്കിന് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശ്രീ സുധോധൻ ഡോക്ടർ എന്താ പറയാനുണ്ട്? പറയൂ. മാഡം പറഞ്ഞ ലാസ്റ്റ് പോയം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതിന്റെ വരികൾ എനിക്ക് മുഴുവൻ ഫോളോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അത് വളരെ വളരെ ഇതിലെ ജ്വൽസ് എല്ലാം കൂടെ ചേർത്ത് കോർത്തെടുത്ത പോലെ തോന്നിയിരുന്നു. അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ടീച്ചർ കേൾക്കാമോ? A kind word whispered, a hand held tight, more wealth than coffers in darkest night. A sore glance, a venomous tongue, more foe than armies fiercely flung. Choose well your circle, let goodness bloom, for in true connection dispels all gloom. Thank you. നാളെ അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയിലെ കർമ്മ കൗശലം, കർമ്മബോധം, സെൻസ് ഓഫ് ഡ്യൂട്ടി, തമിഴില് തെരിന്ത് செயல் വകை. അരജൻ വിവേചന ബുദ്ധിയോടെ താൻ ചെയ്യേണ്ട കർമ്മങ്ങളെ നിർവഹിക്കേണ്ടതുണ്ട്. വിദഗ്ധരുമായുള്ള കൂടിയാലോചനയും അവരുടെ പിന്തുണയും അതിനും ഉണ്ടായേ തീരൂ. മകൾ സഹായമുണ്ടെങ്കിലേ കർമ്മങ്ങൾ വേണ്ടത്ര വിജയിപ്പിക്കാനാവൂ എന്ന് പറയുന്നുണ്ട്. തെരിന്ത് செயல் വകை, കർമ്മ കൗശലം, കർമ്മബോധം, സെൻസ് ഓഫ് ഡ്യൂട്ടി. ഓക്കെ സർ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച സെൻസ് ഓഫ് ഡ്യൂട്ടി ആണ്. ഓക്കെ 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 സാർ, എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ആർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും മോർ? വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിഞ്ഞ 3 അധ്യായങ്ങളിലൂടെ നമ്മുടെ അറിവിനെ കുറിച്ചുള്ള സത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. സോ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അനിൽകുമാർ സാർ. അനിൽകുമാർ സാർ. സാറേ, പറയൂ. ഞാൻ ഈ കുരുൾ പരിപാടി അധികം കേൾക്കാറില്ല, എങ്കിലും ഇന്നത്തെ ക്ലാസ് വളരെ അപാരമായിരുന്നു.
നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും, നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകൂടി ജീവിക്കേണ്ടത്, അതിൽ കൂടി നമുക്ക് കിട്ടുന്ന സന്തോഷം, നമുക്ക് കിട്ടുന്ന അറിവ് നമുക്ക് ജീവിതത്തിൽ പകർന്നെടുക്കുവാനും, നമുക്ക് കിട്ടുന്ന അറിവുകൾ, ജ്ഞാനം, ഇത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതിന്റെ അർത്ഥങ്ങളും പൊരുളും കിട്ടിയാൽ ഈ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് ഞാൻ ഓർത്തു പോവാണ്. എങ്കിൽ കൂടുതൽ പറയുന്നില്ല. ഓമന ടീച്ചർ, അല്ലെങ്കിൽ മോഹൻദാസ് സാറ്, പിന്നെ സാബു സാർ കൊണ്ടുവന്ന് ഇടയ്ക്ക് പറയുന്ന കമന്റുകൾ, അതിന്റെ ഉഷാമാവും, എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല. ജോറി സാറ്, റോയ് സാറ് എല്ലാം വളരെ വളരെ ഗംഭീരമായിരുന്നു. നല്ല രീതിയിലുള്ള അവതരണം. ഇതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് ലയിച്ചാണ് ഇവരെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഒരു ക്ലാസ് പോലും കഴിവതും വിടാതെ നിന്ന് കേൾക്കാൻ ശ്രമിക്കും. എല്ലാ വിജയങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാ നന്മയും നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ. നല്ല കോണ്ടാക്റ്റുകൾ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ നാളെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ? എനിബഡി എൽസ്? ഇല്ല. ഓക്കെ, സീ യു.